പ്രിയ പ്രേക്ഷകരെ ആശങ്കപ്പെടുത്തുന്ന അന്തരീക്ഷമാണ്. മധ്യകേരളത്തിൽ ദുരിതപ്പെയ്ത്ത് തുടരുകയാണ്. ഉരുൾപൊട്ടലിൽ ഇടുക്കിയിൽ 2 പേർക്കും കോട്ടയത്ത് ഒരാൾക്കും ജീവനഷ്ടമുണ്ടായി. പൂഞ്ഞാറിൽ തകർന്ന വീടിനടിയിൽ കുടുങ്ങിയ വീട്ടമ്മയ്ക്കായി തെരച്ചിൽ തുടരുകയാണ്. പത്തനംതിട്ടയിലും ഉരുൾപൊട്ടലുണ്ടായി. റാന്നിയിൽ പ്രളയ സമാന സാഹചര്യമാണ്. റാന്നി ടൗൺ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും വെള്ളം കയറി. പലയിടത്തും 10 അടിയോളമാണ് വെള്ളം ഉയർന്നിരിക്കുന്നത്. നദികളിലും ജലനിരപ്പ് ഉയരുകയാണ്. 5 ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. 8 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. 3 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കിയിലും കോട്ടയത്തുമാണ് ഉരുൾപൊട്ടലുണ്ടായത്. കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇടുക്കി കുടയത്തൂർ അടൂർ മലയിൽ ഉരുൾപൊട്ടലിൽ വീടൊലിച്ചുപോയി വീട്ടമ്മ മരിച്ചു. മഷിക്കലയിൽ സ്വദേശി രവിയുടെ ഭാര്യ സുമതിയാണ് മരിച്ചത്. വീട്ടിലുണ്ടായിരുന്ന രവിയും മകനും രക്ഷപ്പെട്ടു. വാഗമൺ കൊലാഹലമേട്ടിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വൈക്കം സ്വദേശി പ്രഭാകരൻ മരിച്ചു. കോട്ടയത്ത് പയ്യാനിത്തോട്ട് മണ്ണിടിച്ചിലിൽ അമ്മയും മകനും അകപ്പെട്ടു. മകന്റെ മൃതദേഹം കണ്ടെടുത്തു. അമ്മയ്ക്കായി തിരച്ചിൽ തുടരുകയാണ്. പൂഞ്ഞാറടക്കം വിവിധയിടങ്ങളിൽ കോട്ടയത്ത് ഉരുൾപൊട്ടലുണ്ടായി. നിരവധി വീടുകൾ തകർന്നു. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ 12ഓളം ഇടങ്ങളിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇടുക്കി കൊക്കയാർ ചപ്പാത്ത് വെള്ളത്തിൽ മുങ്ങി. അടിമാലി മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. നദികൾ കരകവിഞ്ഞു. കുട്ടിക്കാനം കോട്ടയം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കി പോലീസ് സ്റ്റേഷന് സമീപവും മണ്ണിടിച്ചിലുണ്ടായി. സജോ ദേവസിയും രാഹുൽ സുരേഷും കെ അഖിലും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം രാഹുലിലേക്കാണ്. രാഹുൽ കോലാഹലമേട്ടിൽ നിന്നാണ് നമ്മളോടൊപ്പം ചേരുന്നത്. രാഹുൽ, എന്താണ് ഇവിടുത്തെ ഒരു പൊതു സാഹചര്യം? മഴ ഇപ്പോഴും തുടരുകയാണോ? മാധു, ജില്ലയിലാകെ മഴ ഇപ്പോഴും തുടരുകയാണ്. ഒന്ന് പുറത്തേക്ക് ദൃശ്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും തുടരുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇന്നലെ രാത്രിയോടുകൂടി ആരംഭിച്ച മഴ ഇന്ന് രാവിലെ ഒന്ന് ശമിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മളിപ്പോൾ നിൽക്കുന്ന കോലാഹലമേട്, വാഗമണ്ണ്, കട്ടപ്പന ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം തന്നെ ശക്തമായിട്ടുള്ള മഴ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോലാഹലമേട്ടിലാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് ഈ കാണുന്ന ലീലാവതിയുടെ വീട്ടിൽ മണ്ണിടിച്ചിലുണ്ടായത്. അങ്ങനെയാണ് ഇവിടെ ഉണ്ടായിരുന്ന പ്രഭാകരന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. ഈ കാണുന്ന പുറകുഭാഗത്തു നിന്നും ഏതാണ്ട് 20 അടിയോളം ഉയരത്തിൽ നിന്നും മണ്ണിടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു. ഈ കാണുന്ന റൂമിനുള്ളിലാണ് പ്രഭാകരൻ ഉറങ്ങിയിരുന്നത്. അപ്പോൾ മണ്ണിടിഞ്ഞ് ആദ്യം ഈ വീടിന് പുറത്തേക്ക് വീഴുന്നു. അതോടുകൂടി ആ ഭാഗത്തെ ഈ വീടിന്റെ മതിലും താഴേക്ക് നിലംപൊത്തുകയായിരുന്നു. അങ്ങനെ പ്രഭാകരന്റെ ദേഹത്തേക്ക് ഈ കല്ലും മണ്ണും അതുകൂടാതെ ഭിത്തിയും പതിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവിടെ വെച്ച് പ്രഭാകരന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. 2 മണിക്ക് തുടങ്ങിയ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് അവസാനിച്ചത്. ഏതാണ്ട് 6-7 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഈ മൃതദേഹം പുറത്തെടുക്കാനായത് എന്നതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. JCB ഉപയോഗിച്ചുകൊണ്ട് ഈ വീടിന്റെ സൈഡിലെ ഭിത്തി തുറന്നു. അങ്ങനെയാണ് മൃതദേഹം പുറത്തെടുക്കാനായത്. ഈ സംഭവ സ്ഥലത്ത് ഇപ്പോൾ ജില്ലാ കളക്ടർ ദിനേശ് ചെറുവാട്ടും പീരുമേട് MLA സിറിക് തോമസും അടക്കം എത്തുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ പ്രതികരണം കൂടി മാധു നമുക്കൊന്ന് തേടാം. സാർ, ഇപ്പോൾ നിലവിലെ ജില്ലയുടെ പൊതുവായിട്ടുള്ള അവസ്ഥ എന്താണ്? ജില്ലയിലെ പൊതുവായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് പുലർച്ചയോടും കൂടി ഒരു 3 മണിയോടും കൂടിയിട്ടാണ് വിവിധ സ്ഥലങ്ങളിൽ ഇവിടുത്തെ കോലാഹലമേട്ടിൽ അതുപോലെ തന്നെ അടൂർ മലയിലും കൊടയത്തൂർ വില്ലേജ് അടൂർ മലയിലൊക്കെ ഉരുൾപൊട്ടലുണ്ട്. ഏകദേശം ഒരേ സമയത്താണ്, ഒരു 3 മണി സമയങ്ങളിലാണ് ഇവിടെയൊക്കെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ജില്ലയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും 2 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൊടയത്തൂർ, അത് തൊടുപുഴ താലൂക്കിൽ കൊടയത്തൂർ അടൂർ മലയിൽ സുമതി എന്ന് പറയുന്ന മലയാള സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് മരണപ്പെട്ടിട്ടുള്ളത്. അവരുടെ ബോഡി ഇന്ന് രാവിലെ റിക്കവർ ചെയ്തു. ഇപ്പോൾ കോലാഹലമേട്ടിൽ ഇതുപോലെ പ്രഭാകരൻ നായർ, വൈക്കം സ്വദേശിയാണ്, ഇവിടെ സഹോദരിയുടെ വീട്ടിലേക്ക് വന്നതാണ്. ഇന്ന് രാവിലെ പുലർച്ചെയുണ്ടായിരുന്ന വീട്ടിലേക്ക് മണ്ണ് വീണിട്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ജില്ലയിലെ എല്ലാ താലൂക്ക് തല കൺട്രോൾ സംവിധാനങ്ങളും തഹസിൽദാർമാരുടെ നേതൃത്വത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർ തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനിയും മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു അപകട സാധ്യതയുള്ള, പ്രത്യേകിച്ച് മുൻവർഷങ്ങളിലൊക്കെ ഈ ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം എല്ലാ താലൂക്കുകൾക്ക് തഹസിൽദാർമാർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തഹസിൽദാർമാർ ഇതിനെ തന്നെ ഈ ക്യാമ്പുകൾ തുടങ്ങുന്നതിനും അതുപോലെ തന്നെ ക്യാമ്പിലേക്ക് ആൾക്കാരെ മാറ്റിക്കൊണ്ടിരിക്കുന്നതിനുള്ള നടപടികൾ ഇതിനെ തന്നെ സ്വീകരിച്ചു വന്നിട്ടുണ്ട്.
അതുകൂടാതെ ജില്ലയിൽ വിവിധ റോഡുകൾ, അതായത് മലയോര മേഖലകളിൽ നിന്നും പുറം ലോകത്തേക്ക് എത്താനുള്ള പ്രധാന റോഡുകളെല്ലാം ബ്ലോക്കാണ്. കട്ടപ്പനയിൽ നിന്നും നമ്മൾ കോട്ടയത്തേക്ക് പോകുന്ന KK റോഡ് വിവിധയിടങ്ങളിൽ ബ്ലോക്കാണ്. അതുകൂടാതെ കട്ടപ്പനയിൽ നിന്നും ചെറുതോണി വഴി തൊടുപുഴയ്ക്ക് പോണ വഴി, ചെറുതോണിയിൽ നിന്നും പാമ്പള വഴി കോതമംഗലത്തേക്ക് പോണ വഴി, അതുകൂടാതെ അടിമാലിയിൽ നിന്നും കോതമംഗലത്തേക്ക് പോണ വഴി, ഈ റോഡുകളെല്ലാം തന്നെ മണ്ണ് വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം വിവിധ ഇടങ്ങളിൽ തുടരുന്നു എന്നാണ് നമുക്ക് വിവിധ ഇടങ്ങളിൽ നിന്നും ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഇപ്പോഴും മഴ ശക്തമാവുകയാണെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ ജില്ല കൂടുതൽ ആശങ്കയിലേക്ക് പോകും. നമുക്ക് ഇവിടെയുള്ള പ്രദേശവാസികൾ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, എപ്പോഴാ ഈ സംഭവം ഉണ്ടായത്? രാത്രിയാണോ? പിന്നെ 3 മണിക്കാണ് സംഭവം ഉണ്ടായത്. ശക്തമായിട്ടുള്ള മഴയായിരുന്നു അല്ലേ? 9 മണിക്ക് തുടങ്ങിയ മഴയാണ്, തോരാ മഴയായിരുന്നു. ഞാൻ പറയാമല്ലോ, ഞാൻ അപ്പുറത്ത് പൈൻവാലിലോട്ട് താമസിക്കുന്നത് 2 മണി വരാതെ ഞാൻ ഉറങ്ങാതെ കിടന്നു. കാരണം ഇത്ര ഇതൊക്കെ ഉണ്ടാകും, കലാമിറ്റി ഉണ്ടാകുമെന്ന് അറിയാം. അത് ഇവിടുത്തെ ഉദ്ദേശം കൊണ്ടല്ല, നമ്മുടെ കേരളത്തിൻ്റെ ഉദ്ദേശമാണ്. പക്ഷേ മാധു, എന്തായാലും വിവിധ മേഖലകളിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ജില്ലയിൽ കൺട്രോൾ റൂമുകൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. മണ്ണിടിച്ച് സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ആളുകളോട് സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പെരിയാറ് കരകവിഞ്ഞ് ഒഴുകിയതുകൊണ്ട് തന്നെ ഈ ചപ്പാത്തിലടക്കം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി വീടുകളിൽ വെള്ളം കയറി. വിവരങ്ങൾ നൽകിയത് പ്രഭാകരൻ. മരണം ഇന്ന് രാവിലെയാണ് ഉണ്ടായത്. നമുക്ക് ആ സ്ഥലം കാണുമ്പോൾ തന്നെ അറിയാം, അതൊരു കുത്തനെയുള്ള ഒരു കുന്നിന്റെ ഇറക്കത്തിലാണ്. അവിടെ നിന്ന് മണ്ണ് ശക്തമായി ഇടിഞ്ഞ് വീഴുകയായിരുന്നു. നമുക്ക് ആ വീടിന് മുന്നിലേക്ക് നോക്കിയാൽ തന്നെ വലിയ താഴ്ച കാണുകയും ചെയ്യാം. കനത്ത മഴ ഇപ്പോഴും ആ പ്രദേശത്ത് തുടരുകയാണ് എന്നുള്ളതാണ് രാഹുൽ സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്.